കോട്ടാത്തലയിൽ വീട് കയറി ആക്രമണം. കാപ്പ കേസ് പ്രതിയുടെ നേതൃത്വത്തിൽ യുവാവിനും അമ്മയ്ക്കും വെട്ടേറ്റു. കൊട്ടാരക്കര കോട്ടാത്തലയിൽ വീണ്ടും ഗുണ്ടാവിളയാട്ടം. വീട് കയറി നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ യുവാവിനും തടയാൻ ശ്രമിച്ച അമ്മയ്ക്കും പരിക്കേറ്റു. കോട്ടാത്തല ജനതാ വായനശാലയ്ക്ക് സമീപം കണ്ണങ്കര വീട്ടിൽ അരുൺജിത്ത്, മാതാവ് ഇന്ദിരാഭായി എന്നിവർക്കാണ് നേരെയാണ് ആക്രമണമുണ്ടായത്. കാപ്പ കേസ് പ്രതിയായ ബിബിൻ, വിഷ്ണു എന്നിവരടങ്ങുന്ന 3 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. വീടിന് സമീപത്തെ പൊതുസ്ഥലത്തിരുന്ന് സംഘം മദ്യപിച്ചത് അരുൺ ചോദ്യം ചെയ്തിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. മാരകായുധങ്ങളുമായി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ സംഘം അരുണിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അരുൺ രക്തത്തിൽ കുളിച്ച് നിലത്ത് വീണു. ബഹളം കേട്ട് ഓടിയെത്തിയ മാതാവ് ഇന്ദിരാഭായി മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അക്രമി സംഘം അവരെയും ക്രൂരമായി മർദ്ദിച്ചു. അക്രമത്തിന് ശേഷം സംഘം സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. അയൽവാസികളും നാട്ടുകാരും ചേർന്നാണ് പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അരുണിന്റെ തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രദേശത്ത് സ്ഥിരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് പ്രതികളെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സംഭവം പറഞ്ഞ് കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കാപ്പ കേസ് പ്രതിയായ ബിബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന. ഇയാൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനാണ് സാധ്യത. പ്രദേശത്തെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന ഇത്തരം സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ലഹരി മാഫിയ സംഘങ്ങളുടെ കേന്ദ്രമായി പ്രദേശം മാറുന്നതിൽ ജനങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.